തീവ്രവാദവും ഭീകരവാദവും ലോകത്തെങ്ങും പ്രചരിപ്പിക്കുമ്പോഴും രാമനും എന്ന് കോഴിക്കോട് പാലക്കോട് കോട്ടമൈതാനിയിൽ വെച്ച് തീവ്രവാദ നാശത്തിന് ഇസ്ലാം സമാധാനത്തിന് എന്ന പ്രമേയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ച ത്രിദിന സമ്മേളനത്തിന്റെ ആ നഗരിയിൽ രാമനും സീതയും ദൈവമല്ല, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന ബോർഡ് വെച്ച് മുജാഹിദുകളുടെയും ഹൈന്ദവരെയും തമ്മിൽ തല്ലി തെറ്റിക്കാൻ ശ്രമിച്ചതാരാ പ്രിയപ്പെട്ടവരെ? അങ്ങ് പിണങ്ങോടിന്റെ മണ്ണിൽ ബലിപെരുന്നാളിന്റെ സുന്ദര സുനിതത്തിൽ ബലിമൃഗച്ചേറുകേണ്ട പകരം ഈ സുന്നി പ്രവർത്തകന്റെ കഴുത്ത് ധരിച്ചു കൊന്നത് ആരാ പ്രിയപ്പെട്ടവരെ? ആരാ? ഒരു ഉമ്മയുടെ മകൻ ഉമ്മ മരിച്ചപ്പോൾ ആ ഉമ്മയുടെ രണ്ട് മകനിൽ ഒരാള് മുജാഹിദും ഒരാള് സുന്നിയും. മുജാഹിദായ മകൻ മയ്യത്ത് നമസ്കരിക്കുന്നതിനിടയിൽ കോളറ പിടിച്ചു വലിച്ച് പള്ളിയിൽ വെച്ച് ഉമ്മയുടെ മുന്നിൽ വെച്ച് അടിപിടി നടത്തിയത് ആരാ പ്രിയപ്പെട്ടവരെ? ആരാ? മുജാഹിദ് പ്രസ്ഥാനം എന്നും സമാധാനം മാത്രമായിരുന്നു കാംക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു ഇന്ത്യയുടെ മൗലികമായ അവകാശമാണ് ആർക്കും എന്നും പറയാം. എന്റെ ആദർശമാണ് ശരിയെന്ന് എനിക്ക് ഉറക്കെ വിളിച്ചു പറയാം. നിങ്ങളുടെ ആദർശമാണ് ശരിയെന്ന് നിങ്ങൾക്കും പറയാം. പക്ഷേ എന്റെ ആദർശമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാകും, അത് വിഭാഗീയതയാകും, അത് കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാകും. ആ മൗലികമായ അവകാശത്തെ ദംശിക്കുന്നവർ നമ്മൾ ആവരുത് പ്രിയപ്പെട്ടവരെ. എന്താ ഇവർക്ക് പറയാനുള്ളത്? ഇതൊന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത്രയും കാലം കഴിഞ്ഞ ജനുവരി 1 എന്റെ ഓർമ്മ അഹ്ലുസുന്ന വൽ ജമാ എന്ന വിഷയത്തിൽ നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. പലരും ആ മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഇൻഷാ അല്ലാഹ് വീണ്ടും അഹ്ലുസുന്ന വൽ ജമാ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇവർക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും സ്റ്റേജൊക്കെ കെട്ട് ഇത്രയും ആൾക്കാരൊക്കെ വന്നല്ലോ, എന്താ ഇവർക്ക് പറയാനുള്ളതെന്ന് കാതോർക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണത്തിനായി ബഹുമാനനായ ഫളലുൽ ഹഖ് ഉമരിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.